പൂജ കേട്കർ എന്ന IAS കാരിയെ പിരിച്ചുവിടുന്നു. നമ്മൾ കുറേ വാർത്തകൾ കേട്ടു. പൂജ കേട്കർ 2022 ബാച്ചിലെ IAS കാരിയാണ്. അവരുടെ പിതാവും ഒരു IAS ഓഫീസറായിരുന്നു, റിട്ടയർ ചെയ്തു. 2024 അഹമ്മദാബാദിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് ഇവരുടെ പിതാവ് മത്സരിച്ച് തോൽക്കുകയും ചെയ്തു. ഇപ്പോൾ ഇവർക്ക് പ്രൊബേഷൻ പീരീഡായിരുന്നു. 2022 ബാച്ചിലാണ് ഇവർ IAS എഴുതിയെടുത്തത്. അതിനു മുമ്പ് ഇവർ 6 പ്രാവശ്യം IAS എഴുതി. 6 പ്രാവശ്യം IAS എഴുതിയിട്ട് അവർക്ക് ലഭിച്ചില്ല. 2022 അവർ IASന് അപ്ലൈ ചെയ്തു. അന്നേരം 821 റാങ്കിൽ അവർ IASന് സെലക്ഷൻ കിട്ടി. നന്നായിട്ട് പഠിക്കും, നല്ല ബുദ്ധിയുള്ളവരാണ്. പക്ഷേ പിതാവ് IASകാരനായിട്ട് റിട്ടയർ ചെയ്തു. പൂനെയിൽ അവർക്ക് അവിടുന്ന് ഒരു 50 കിലോമീറ്റർ അകലെ അവർക്ക് കുടുംബസ്വത്തുണ്ട്. അവിടെ ഇവർ സ്വല്പം അതിക്രമം കാണിച്ചതായിട്ടാണ് ഇവരുടെ അമ്മ. അവരുടെ കൃഷി സ്ഥലത്ത് ആരോ കയറിച്ചപ്പോൾ അവരെ വെടിവെക്കാൻ തോക്കെടുത്തു. അതിനൊരു കേസുണ്ട്. ഏതായാലും അമ്മയും അപ്പനും തമ്മിൽ അത്ര സുഖകരമല്ലാത്ത ലൈഫാണ്. ഇവർ പൂനെയിൽ വന്ന് പ്രൊബേഷണറാണ്. IAS കിട്ടി. പ്രൊബേഷനായിട്ട് പൂനെ വന്ന് ചാർജ് എടുത്തു. സ്വാധീനം കൊണ്ടായിരിക്കാം എന്തോ. പിതാവ് നേരത്തെ അവിടെ കളക്ടറായിരുന്നു. ഏതായാലും പൂനെയിൽ വന്ന ശേഷം ഇവർ ഒരു പ്രൊബേഷണറുടെ കാര്യം മറന്നുപോയി. പിതാവ് അവിടെ കളക്ടറായിട്ടിരുന്നു. അതിനുള്ള ഒഫീഷ്യലായിട്ടുള്ള റെസിഡൻസും അതുപോലെ തന്നെ ക്വാർട്ടേഴ്സും മാത്രമല്ല എല്ലാ ഫെസിലിറ്റിയും എൻജോയ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇവർ IAS കിട്ടി വന്നപ്പം ഇവർക്ക് പ്രത്യേക ഓഫീസ് വേണം, പ്രത്യേക കാർ വേണം, പ്രത്യേക വസതി വേണം, പ്രത്യേക സ്റ്റാഫ് വേണം. അങ്ങനെയൊക്കെ നിർബന്ധം പിടിച്ചു. അത് വലിയ കോൺട്രവേഴ്സ്യലായി. കാരണം ഒരു പ്രൊബേഷൻ പീരീഡിൽ അത് സക്സസ്ഫുള്ളായിട്ട് പാസ്സാകുന്നിടം വരെ അവർക്കൊരു ഓഫീസും ഇല്ല, സ്റ്റാഫും ഇല്ല, ഒന്നുമില്ല. അവർ ഓരോ സ്ഥലത്ത് പോയി പ്രൊബേഷൻ പീരീഡിൽ ജോലി ചെയ്യുക. ഒരു ക്ലർക്കിൻ്റെ ജോലി പോലെ എല്ലാ സ്ഥലത്തും ജോലി ചെയ്യുക. അവർ പ്രൊബേഷൻ കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രമേ അവർക്ക് ഒരു കളക്ടറായിട്ടോ അല്ലെങ്കിൽ RDO ആയിട്ടോ അല്ലെങ്കിൽ RDO ആയിട്ട് ഇരിക്കാനോ അതിന് ശേഷം അവർ കളക്ടറാവും. പക്ഷേ ഇവിടെ ഇപ്പം സംഭവിച്ചിരിക്കുന്നത് ഇവർ പ്രൊബേഷൻ പീരീഡിൽ IAS കിട്ടി വന്ന ഉടനെ അവർക്ക് എല്ലാ ഫെസിലിറ്റിയും വേണം. അത് വലിയ കോൺട്രവേഴ്സ്യലായി. അവരെ പറ്റിയുള്ള ആരോപണങ്ങൾ വന്നു. അവരുടെ അമ്മ ആരോ വെടിവെക്കാൻ പോയതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനെ സംബന്ധിക്കുന്ന 100 പരാതി വന്നു. നമ്മൾ IAS IPS ഒക്കെ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുമ്പം തന്നെ ആ വ്യക്തിയുടെ മുഴുവൻ ഡീറ്റെയിൽസും കൊടുക്കണം. സാധാരണഗതിയിൽ ജനറൽ കാറ്റഗറിയിലാണ് മത്സരിക്കുന്നതെങ്കിൽ 6 പ്രാവശ്യം നമുക്ക് IAS എഴുതാം. 6 പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ ചാൻസ് പോയി. അതിനിടയ്ക്ക് കിട്ടണം. പലരും 4, 5, 6 പ്രാവശ്യം എഴുതിയവരെ നമുക്കറിയാം. 10, 12 പ്രാവശ്യം എഴുതിയവരുണ്ട്. അന്നേരം അവർക്ക് ഈ ഓപ്പൺ കാറ്റഗറി പറ്റത്തില്ല. അവർക്ക് റിസർവേഷൻ ഉണ്ടായിരിക്കണം. കാരണം OBCയിലാണെങ്കിൽ 35 വയസ്സ് വരെ IAS എഴുതാം. അതുപോലെ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവർക്ക് 42 വയസ്സ് വരെ എഴുതാവുന്നത്. എന്ന് പറഞ്ഞാൽ കണ്ണിന് കാഴ്ച കുറവ്, ചെവി കേൾക്കാൻ മേല, ഡിസബിലിറ്റി, ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിയാണ്, ബൈ ബർത്ത് അങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷേ പൂജ കേട്കർ അവർ 6 പ്രാവശ്യം എഴുതി കിട്ടാതെ വന്നപ്പം അവർ ഈ കാറ്റഗറിയിൽ കള്ള സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഈ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്തു. അവർക്ക് 821 റാങ്ക് കിട്ടി. അവർ പാസ്സായി. അതേസമയത്ത് ഈ സർട്ടിഫിക്കറ്റ് മുഴുവൻ അവരുടെ മുഴുവൻ റെക്കോർഡുകളും IASന് അപ്ലൈ ചെയ്യുമ്പം നമ്മുടെ അവിടെ ആ കമ്മീഷൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ നമ്മൾ അപ്പിയർ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ റെക്കോർഡുകളും അവർ വാങ്ങിക്കും. പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർവ്യൂവിന് പോകും. ഇൻ്റർവ്യൂ നമ്മൾ സക്സസ്ഫുള്ളായി പാസ്സായി കഴിഞ്ഞാൽ മെഡിക്കൽ പരിശോധനയുണ്ട്. അത് ജനറൽ കാറ്റഗറിയിലുള്ളവർക്കൊക്കെ മറ്റ് പ്രശ്നങ്ങൾ, അംഗവൈകല്യം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അവരുടെ നാട്ടിലെ ഏതും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുത്താൽ മതി. അതിന് തടസ്സമില്ല. പക്ഷേ ഈ ഡിസബിലിറ്റി ഉള്ളവരെ, ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവർക്കൊക്കെ അങ്ങനെ ഒരു ഗ്രൗണ്ടിലാണ്
IAS പോയിരിക്കുന്നതെങ്കിൽ, IAS ലഭിച്ചിരിക്കുന്നതെങ്കിൽ അവർ ഡൽഹിയിലെ എയിംസ് ഹോസ്പിറ്റലിൽ തന്നെ പോയി വേണം സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ. അവിടുന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തെങ്കിലേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. വേറെ ഇന്ത്യയിലെ ഒരു ഹോസ്പിറ്റലിലെ സർട്ടിഫിക്കറ്റ് അവർ കൊടുത്താൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇവർ റിട്ടേൺ പാസ്സായി, റാങ്ക് ലിസ്റ്റ് വന്നു. പിന്നെ അവർക്ക് മെഡിക്കൽ ചെക്കപ്പ് വേണം. ഡൽഹിയിൽ മെഡിക്കൽ ചെക്കപ്പ് നടത്താൻ വേണ്ടി അവർ ചെല്ലാൻ ആവശ്യപ്പെട്ട് ഇവർ പോയില്ല. കാരണം 6 പ്രാവശ്യം ഇവർ അപ്പിയർ ചെയ്ത കാര്യമൊക്കെ മടക്കിപ്പോയി. എങ്കിലും UPSC നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ റെക്കോർഡും അവിടെ ഉണ്ടെന്ന് വിചാരിച്ചോണം. ഇവർ 7ാമത്തെ പ്രാവശ്യം ഈ ഡിസബിലിറ്റിയിലാണ് അവർ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വിഷ്വലി ഇംപെയർഡ്, കണ്ണിനെന്തോ പ്രശ്നമാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഹിയറിംഗ് ലോസ്, ചെവി കേൾക്കാൻ വയ്യാതെ ഉണ്ടെങ്കിലും പറ്റും. അത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ബൈ ബർത്ത്. അതുകൊണ്ട് അതിന് എയിംസിൽ അവിടെ സർട്ടിഫിക്കറ്റ് അവിടുന്ന് ഹാജരാക്കാൻ പറഞ്ഞ് മെഡിക്കൽ പരിശോധന അവിടെ നടത്താൻ പറഞ്ഞിട്ട് 6 പ്രാവശ്യം പറഞ്ഞിട്ട് ഇവർ പോയില്ല. അപ്പോൾ അത് നടത്താതെ രക്ഷപ്പെടാനായിട്ട് അവർ കാറ്റിലൊക്കെ പോയി അവിടെ സെൻട്രലിലെ അവിടെ പോയി പരാതിയൊക്കെ കൊടുത്തു. എന്നാൽ 2021 ഇവർ മെഡിക്കൽ റിലാക്സേഷൻ വാങ്ങിച്ചിട്ടുണ്ട് കാറ്റിൽ നിന്ന്. ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിയാണ്, അതിൻ്റെ ആവശ്യമില്ല, മറ്റേതാ മറിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരു കാറ്റിൽ പോയി. പക്ഷേ ഇപ്പം ഈ പൂനെയിൽ ഇവർ ഈ പ്രശ്നമായി, ജീവനക്കാരുമായിട്ട് അടിപിടിയായി, ബഹളമായി. അപ്പോൾ അവർ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തു. അവരെ മറ്റൊരു സ്ഥലത്ത് അവരെ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇവരെ പറ്റിയുള്ള പരാതി, ഇവർ കള്ള സർട്ടിഫിക്കറ്റിലാണ് IAS കിട്ടിയിരിക്കുന്നതെന്നും ഇവർ നേരത്തെ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നെന്നും അതിലൊന്നും ഇവർക്ക് ഡിസബിലിറ്റി കാര്യം പറഞ്ഞിട്ടില്ല എന്നും, പുതിയതായിട്ട് ഇവർക്ക് എക്സാം എഴുതാൻ 35 വയസ്സ് വരെ എഴുതാം, അതുകൊണ്ടാണ് അവർ ആ OBC കാറ്റഗറിയിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നതെന്നും പറഞ്ഞു. അതുവശത്തെ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ആണെങ്കിൽ 12 പ്രാവശ്യമാണ് നമുക്ക് എഴുതാം. കാരണം 42 വയസ്സ് വരെ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവർക്ക് എഴുതാൻ സാധിക്കും. അപ്പം SC/ST 37 വയസ്സ് വരെയാണ്. മറ്റേത് എത്ര പ്രാവശ്യം വേണേലും 42 വയസ്സ് എത്ര പ്രാവശ്യം വേണേലും നമുക്ക് എഴുതാം. അപ്പോൾ ഇവർ ഡൽഹിയിൽ ഇപ്പം ഇവർക്കെതിരായിട്ട് ഡൽഹി പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. കളവായിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നുള്ള രീതിയിൽ ഒരു കേസ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവരെപ്പറ്റി ഒരു അന്വേഷണം, പേഴ്സണൽ ഇവരെ മെഡിക്കൽ എക്സാമിനേഷനിൽ ഹാജരാകാതെ ഇരുന്നതിനെപ്പറ്റി അതിനെ സംബന്ധിച്ച ഒരു അന്വേഷണം അവിടുത്തെ UPSCയുടെ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുന്നതിന് മുമ്പ് കൊടുത്ത സർട്ടിഫിക്കറ്റിനകത്ത് കള്ളത്തരം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി ഒരു അന്വേഷണം നടക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഇവർക്ക് എഗൻസ്റ്റാണ്. അപ്പം പ്രൊബേഷൻ പീരീഡിൽ ഒരാൾക്ക് സക്സസ്ഫുള്ളായിട്ടൊരു പ്രൊബേഷൻ നടത്താതെ പോയി കഴിഞ്ഞാൽ അയാൾ വീണ്ടും അവർ ട്രെയിനിങ്ങിന് അയക്കും. അവിടെ വീണ്ടും 1-2 വർഷം ട്രെയിനിങ് കഴിഞ്ഞ് വീണ്ടും അവരെ പ്രൊബേഷന് അയക്കും. അത് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ഒരു IAS IPSകാരൻ്റെ ആ ഒരു റാങ്കിലേക്കുള്ള പോസ്റ്റിംഗ് വരുള്ളൂ. അവർ നേരത്തെ കൊടുത്ത അവരുടെ സബ്ജക്റ്റുകൾ, അവർ കൊടുത്ത നേരത്തെ കൊടുത്തിട്ടുള്ള വിവരങ്ങൾ, ഡീറ്റെയിൽസ് അതെല്ലാം വെച്ചിട്ടാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇവർക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുകയുള്ളൂ. അപ്പം ഇപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഹാജരാക്കിയിരിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കള്ളം. ഇവർ നേരത്തെ എഴുതിയ കാര്യം സപ്രസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ അവർ റിസർവേഷൻ SC/ST അവർ OBCയിലാണ് ഇപ്പോൾ അവർ പാസ്സായിരിക്കുന്നത്. അത് 35 വയസ്സിനകം. എന്തായാലും വലിയ കോൺട്രവേഴ്സിയലായി. അത് അവർക്ക് എഗൻസ്റ്റായിട്ടുള്ള റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. അവർ ഡൽഹിയിലെ പോലീസ് കേസെടുത്തതിൽ അവർ ഫോർജറിയും ചീറ്റിങ്ങും ഒക്കെ നടത്തി. അതിന് ഡൽഹി പോലീസ് ഒരു കേസെടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ അവർ ജാമ്യത്തിന് പോയി. ആ ജാമ്യത്തിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് ഇവർക്കെതിരായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അവരുടെ റിപ്പോർട്ടുകൾക്കെതിരായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഇവരെ ടെർമിനേറ്റ് ചെയ്യും എന്നുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത്.